ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് മാത്യു, കോർപ്പറേറ്റ് ലോയർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കണ്ടന്റ് കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതുപോലെ തന്നെ കർണാടക KSRTC ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇവ രണ്ടും KSRTC എന്നുള്ള പേരുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് മാർക്സുമായി സംബന്ധമായിട്ടുള്ള കേസ് നടത്തി. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കാൻ പോകുന്നവരും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നല്ലതാണ്. എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ ട്രേഡ് മാർക്ക് അറ്റോർണികളെ, ട്രേഡ് മാർക്ക് വക്കീലന്മാരെ തന്നെ, കേരളത്തിലുടനീളമുള്ള ട്രേഡ് മാർക്ക് വക്കീലന്മാരെ തന്നെ ബന്ധപ്പെടണം എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇവർക്ക് ഈ നിയമവശങ്ങളും കോടതി വിധികളും കൃത്യമായിട്ട് അറിയാം. ഇതിൻ്റെ സംഭവത്തിലുള്ള 1965 മുതൽ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ KSRTC എന്നുള്ള പേര് നമ്മൾ ഉപയോഗിച്ചു വന്നുകൊണ്ടിരിക്കുക. 1973 കർണാടക KSRTC എന്നുള്ള പേര് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് കുറേ കാലം ഇങ്ങനെ പോയി. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ട്രേഡ് മാർക്ക് സംബന്ധിച്ചൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവസാനം കേരള ഗവൺമെൻറ്, കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയും മദ്രാസ് ഹൈക്കോടതി അവസാനം ഫൈനൽ വെർഡിക്റ്റ് കൊടുക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ്: 1973 മുതൽ ഈ പേര് കർണാടക KSRTC ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കേരളം അറിഞ്ഞിരുന്നു. കേരളം യാതൊരു രീതിയിലുള്ളതായ ഒബ്ജക്ഷൻസും ഉണ്ടാക്കിയില്ല, ഒരിടത്തും പരാതിപ്പെട്ടില്ല. അപ്പോൾ ഇതൊരു മൗന അനുവാദം, അതായത് അക്യുസൻസ്, അതാണ് അവർ പറയുന്നത്. ഡോക്ടർ ഓഫ് അക്യുസൻസ് എന്ന് പറയുന്ന ആ ഒരു ഡോക്ടറിനാണ് ഉപയോഗിക്കുന്നത്. മൗന അനുവാദം കൊടുത്തവരെയായി കാര്യങ്ങൾ. അതാണ് കോടതി നമ്മുടെ പ്രയോർ യൂസ് എന്ന് പറയുന്ന മുൻകാല നമുക്ക് ഇത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എല്ലാവിധ ലൈസൻസോടും ഉണ്ട്, എല്ലാവിധ കാര്യങ്ങളുണ്ട്. ആ പ്രയോർ യൂസ് എന്ന് പറയുന്ന ഇന്ത്യൻ ട്രേഡ് മാർക്ക് ലോയിൽ അംഗീകരിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളിൽ ഒരെണ്ണം. ആ തത്വം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി അതിനെ തടഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങൾ മൗനസമ്മതം കൊടുത്തിരുന്നു. ഒരു സംഗതി, ഒരു ട്രേഡ് മാർക്ക് 5 വർഷ കാലഘട്ടം മൗനസമ്മതത്തോടെ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതിനെതിരെ പരാതി പറയാനൊന്നും സാധിക്കില്ല. അതിന് അനുവാദം ഉള്ളതായിട്ട് കണക്കാക്കപ്പെടും. ആ ലെല്ലിലേക്ക് പോയി. അപ്പം അങ്ങനെ ഒരു വാദം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നു ഈ പ്രയോർ യൂസ് എന്ന് പറയുന്ന ആ നമ്മുടെ അവകാശവാദത്തെ ഖണ്ഡിച്ചുകൊണ്ട്. രണ്ടാമത് വന്നത് സെക്ഷൻ 12, അതായത് സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയി. അതായത് സമാധാന സഹവർത്തിത്വം എന്ന് പറയുമ്പോൾ അതിന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത് കർണാടക KSRTC ഒരിക്കലും KSRTC എന്നുള്ള പേരിട്ടിട്ടുള്ളത് കേരള KSRTCനെ എന്തെങ്കിലും അവരുടെ ബിസിനസ് പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ കുറ്റകരമായ ഒരു ഉദ്ദേശത്തോടെയോ ദുരുദ്ദേശത്തോടെയോ ഒന്നുമല്ല. ആ പേര് ഒന്നും കിട്ടും, അത്രേ ഉള്ളൂ. രണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഒരാൾ വേറൊരാളുടെ ബിസിനസ് പിടിക്കുന്നില്ല, രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ സമാധാനപരമായിട്ടുള്ള സഹവർത്തനത്തിൽ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അവസാനം രണ്ടുപേർക്കും ഈ പേര് ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവാകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഈ കേസിന് പറയാനുള്ള കാരണം ഇതിന് 2 പ്രധാനപ്പെട്ട കേസുകളാണ്, 2 പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. ഡോക്ട്രിൻ ഓഫ് അക്യുസൻസ്, അതായത് സെക്ഷൻ 33 അതുപോലെ തന്നെ സെക്ഷൻ 12. ഈ 2 വകുപ്പുകളാണ് ട്രേഡ് മാർക്കിൻ്റെ ഓരോ പ്രധാനപ്പെട്ട. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ്. എന്താണ് ഇവിടെ നടക്കുന്ന വിധികൾ, ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനത്തെ വിധികളാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുകൂടിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷ കാലഘട്ടം നമ്മുടെ സമൂഹത്തോടു കൂടി മൗന അനുവാദത്തോടു കൂടി അതേ ട്രേഡ് മാർക്ക്, അതേ മുദ്ര, അതേ ലോഗോ, അതേ പേര് ഉപയോഗിക്കുകയാണ്. പിന്നെ നമുക്ക് അവർക്കെതിരെ മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ സെക്ഷൻ 12 പറയുന്ന സഹവർത്തിത്വം, എന്താ പറയുക, ഹോണസ്റ്റ് കൺകറൻസ് യൂസ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പിളാണ് കോടതി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ പല കേസ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല പ്രധാനപ്പെട്ട ബ്രാൻഡുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഹോണസ്റ്റ് കൺകറൻറ്റ് യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള മെയിൻ കാരണം, നിങ്ങളുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ട്രേഡ് മാർക്ക് അറ്റോർണി വക്കീൽ മുഖാന്തരം ചെയ്യുക. അങ്ങനത്തെ ട്രേഡ് മാർക്ക് അറ്റോർണി ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാനല്ല ഞാൻ പറയുന്നത്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. നിങ്ങൾ വെറുതെ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല, ആ സാധനം അങ്ങനെ അങ്ങ് പോകും. ഇപ്പം കിട്ടിയെന്ന് വിചാരിക്കും, കിട്ടാതെ പോകും.
അങ്ങനെ ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വിധികൾ, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ കുറച്ചെങ്കിലും, പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, കുറച്ചെങ്കിലും അറിയാവുന്ന വ്യക്തികൾ, ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ട്രേഡ് മാർക്ക് അറ്റോർണിമാരാണ്. അവരെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ഒരു ബ്രാൻഡിങ് ആണ് ശരിക്കും. ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്ന ബിസിനസ്സിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗം, മെയിൻ കണ്ടന്റാണ് ബ്രാൻഡിങ്ങിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ, അതിന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അതൊരു ട്രേഡ് മാർക്ക് ഫെയിമിനെ അല്ലെങ്കിൽ ഒരു ലീഗൽ ഫെയിമിനെ ഏൽപ്പിക്കുക. അവർ ആ രജിസ്ട്രേഷൻ മാത്രമല്ല, അവരതിൻ്റെ ബാക്കിയുള്ള മെയിൻ്റനൻസ്, സർവീസ് മെയിൻ്റനൻസ്, അത് ഞാൻ ഉദ്ദേശിച്ചത് ഹിയറിങ്, അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നത്, വീണ്ടും പുതിയ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് വന്നാൽ ആ ഒബ്ജക്ഷന് റിപ്ലൈ കൊടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ അഡ്വക്കേറ്റ്സിനാണ് കഴിയുക. അതുപോലെ അറ്റോർണിമാർക്കാണ് കഴിയുക. അപ്പോൾ ഇത് മൊത്തം പറഞ്ഞുകൊണ്ട് ഫോർ ദ ടൈം ബീയിങ് ഗുഡ് ബൈ.